Listen here. Take your textbook, page number 170. 170 ആണോ? ആയിരിക്കില്ല നിങ്ങൾക്ക് അല്ലേ? ആണോ? നിങ്ങൾക്ക് എത്ര പേജ് നമ്പർ? ചിലപ്പോൾ പേജ് നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതിന്റെ ബാക്കിയാണ്. അതായത് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? Find the names of the 8 food items in the word puzzle below. ഈ word puzzle നിന്ന് 8 food items പേര് ഫൗണ്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്തിട്ടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഓൾറെഡി രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ബ്രെഡ്, എഗ്, 2 ഫുഡ് ഐറ്റംസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കാണ് ആരോടെ ചോദിക്കേണ്ടത്? Abdul Hadi, please turn on your video. Okay. Abdul Hadi, ചെയ്തിട്ടുണ്ടോ മോനെ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കിട്ടിയത് ഒന്ന് പറഞ്ഞേ. ബനാന കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ചെയ്തിട്ടുണ്ടോ ബനാന? ഓക്കെ ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഫിഷ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഫിഷ്. ഓക്കെ, ബട്ടർ. ഓക്കെ, പിന്നെന്താണ്? റൈസ്. അപ്പൊ അബ്ദുൽ ഹാദിക്ക് കുറെ എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതന്നെയാണോ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്? ഇതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പേര് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോ എന്താണ് എല്ലാവരും ഏകദേശം കൗണ്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ബ്രെഡ് ഉണ്ട്, എഗ്, ബനാന, ബട്ടർ, ഫിഷ്, റൈസ്, കുറെ ഉണ്ട് അല്ലേ? ഓക്കെ, പൾസസ് കിട്ടിയിട്ടുണ്ടോ? പൾസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പീനാട്സ് ഉണ്ട്. കുറെ ഫുഡ് ഐറ്റംസിന്റെ പേര് അത് ഫൗണ്ട് ചെയ്തു. അത്രയേ ഉള്ളൂ അല്ലേ? സിമ്പിൾ, വെരി സിമ്പിൾ. ജസ്റ്റ് എന്താ മോനെ ക്രിസ്റ്റോ, എന്തെങ്കിലും പറയാനുണ്ടോ മോനെ? ഇടയ്ക്ക് ക്ലിയർ ആകുന്നില്ല. ആണോ? ഓക്കെ, എന്തെങ്കിലും ഇനി അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് പറയാം മക്കളെ. കേൾക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും കൈകൾക്ക് കാണിക്കോ എന്തെങ്കിലും ചെയ്യണേ. നമ്മൾ ആ ഫുഡ് ഐറ്റംസിന്റെ പേര് ഫൗണ്ട് ചെയ്തു. തൊട്ട് താഴെ വന്നിട്ടുള്ള എന്താണ്? മേക്ക് യമ്മി ജാം സാൻഡ്വിച്ച് ഫോർ യുവർസെൽഫ്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യമ്മി ജാം സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അല്ലേ? Take 2 slices of bread, brown bread, and spread jam on one side, cover with the other side. Enjoy your sandwich. Very easy. How to prepare a bread sandwich, jam sandwich. Take 2 slices of brown bread. എന്താണ്? 2 പീസ് ബ്രെഡ് എടുക്കുക അല്ലെ? നമ്മൾ ഓൾറെഡി ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ടോ ഇങ്ങനെ? എന്താണ്? ബ്രെഡും ജാമും തന്നെയാണ് അല്ലെ? 2 slices ബ്രെഡ് എടുക്കുക. 1 sliceൽ എന്ത് ചെയ്യുക? ജാം സ്പ്രെഡ് ചെയ്യുക. മറ്റേ സ്ലൈസ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴിക്കുക. വെരി ഈസി. യമ്മി ജാം സാൻഡ്വിച്ച്. ഓക്കെ, എന്ത് ചെയ്യുക? ജാം സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ഒരുപാടൊന്നും കഴിക്കരുത്. അത്യാവശ്യം എപ്പോഴെങ്കിലും ഒക്കെ ജാം സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഡെയിലി അത് തന്നെ ചിലപ്പോൾ രാവിലെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും കഴിക്കരുത്. ജാമൊന്നും നമ്മുടെ എന്താണ് മക്കൾ സൗണ്ട് ക്ലിയർ അല്ലാത്തത്? അറിയില്ല പ്രോബ്ലം ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ എന്താണ് യമ്മി ജാം സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. പേരൻസിനൊന്നും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. എന്താണ് ജാം ബ്രെഡ് എടുക്കുക, ജാം എടുക്കുക, ബ്രെഡിന്റെ മുകളിൽ ജാം സ്പ്രെഡ് ചെയ്യുക, രണ്ടും കൂടെ ജോയിൻ ചെയ്യുക, കഴിക്കുക അല്ലെ? വെരി ഈസി. നെക്സ്റ്റ് പേജിൽ എടുക്കുക. Make it's a project for you. Make a food chart for a week. Write what you had for breakfast, lunch, and dinner. It's a food chart. Prepare a food chart. It's your work. ഇത് നിങ്ങളുടെ ഒരു വർക്കാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടാകണം. എന്താണ് എന്നുള്ളത് മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. Make a food chart. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ലിസൺ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരേണ്ടതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം. ഒരാൾ പോലും ഹോംവർക്ക് ഒന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ. എല്ലാവരും ഇത് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. നൈജൽ ആർ യു ഫീലിംഗ് സ്ലീപ്പി? ഉറങ്ങരുതേ മോനെ, ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യണം അല്ലെ? എന്താണെന്ന് നോക്കാം. Make a food chart for a week. Write what you had for breakfast, lunch and dinner. Prepare a chart like this. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യാ? ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ കോളവും റോസും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ വരക്കുക അല്ലെ? ഇതിൽ എത്ര കോളവും റോയും വേണം? 7 കോളം വേണം അല്ലെ? താഴേക്ക് ഇത് മൺഡേ തൊട്ട് 7 ഡേയ്സ് നമ്മൾ എഴുതുക. അതിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് ഇതിൽ 7 ദിവസങ്ങൾ എഴുതുക. ആദ്യം മനസ്സിലായോ? Draw a box like this and write 7 days in this. 7 ദിവസങ്ങൾ ഇതിൽ എഴുതുക. അതിന് ഹെഡ്ലൈൻ കൊടുക്കേണ്ടത് എന്താണ്? ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് ഡേ എന്ന് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ്. പിന്നെ ചാർട്ട് പേപ്പറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. A4 സൈസ് ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ, A4 ഷീറ്റ്, അതിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ഭംഗിയായിട്ട് ചെയ്യണം. നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് ചെയ്യാം. എന്നിട്ട് എപ്പോഴും നിങ്ങളുടെ അടുത്തത് സൂക്ഷിച്ചു വെക്കാൻ വേണം. ചാർട്ട് പേപ്പർ ആണെങ്കിൽ, ചാർട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ വാളിലോ മറ്റോ ഷോ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വൃത്തി A4 ഷീറ്റിലാണെങ്കിൽ അവിടെ വൃത്തി സൂക്ഷിച്ചു വെക്കാം. ഡേ ഇടുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 7 days. Then breakfast, lunch, dinner. But did you eat your breakfast? നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് കഴിച്ചത്? മൺഡേ ആണ് എഴുതുന്നതെങ്കിൽ ഇന്നിപ്പോ എന്താണ്? തേഴ്സ്ഡേ ആണ് അല്ലെ? അപ്പൊ നെക്സ്റ്റ് മൺഡേ തൊട്ട് പ്രിപ്പയർ ചെയ്യാം. മൺഡേയില് എന്താണ് കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു? ലഞ്ചിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഡിന്നറിന് എന്താണ് കഴിച്ചത്? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? മൺഡേ കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് എന്താണ്? മിൽക്ക്, ഫ്രൂട്ട് ആൻഡ് ഡിന്നർ രസം, റൈസ്, ചോറും രസവുമാണ് കഴിച്ചത്. ദെൻ ഡിന്നർ ഇഡ്ലി, സാമ്പാർ അല്ലെ? അപ്പൊ ഇങ്ങനെ 3 നേരം കഴിച്ചിട്ടുള്ളത് 7 ദിവസങ്ങളിൽ നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് വീക്ക് തൊട്ട് മൺഡേ ടു സൺഡേ, നെക്സ്റ്റ് വീക്ക് തൊട്ട് നെക്സ്റ്റ് സൺഡേ വരെ ഉള്ളത് എഴുതുക. മുഴുവൻ ഒരു ഷീറ്റിൽ എഴുതുക. 7 days എഴുതുക. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ക്ലിയർ ആയോ? എന്താ എഴുതണ്ടേന്ന് മനസ്സിലായോ? അത് ഓക്കെ. എന്നിട്ട് 7ാമത്തെ ദിവസം നെക്സ്റ്റ് സൺഡേയില് എഴുതി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി അതിന്റെ താഴെയുണ്ട്. ഇത്രയും ദിവസത്തെ ഫുഡ് ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? After you have filled up the chart, do the following. After you filled up the chart, നിങ്ങൾ ആ ചാർട്ട് മുഴുവൻ ഫിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം? Write the name of one food item that you ate every day. 7 ദിവസത്തെയും നോക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം നിർബന്ധമായിട്ടും കഴിച്ചിട്ടുണ്ടാവും.
അതായത് മൺഡേയിൽ നിങ്ങൾ എഗ്ഗ് കഴിക്കുന്നു, ഒന്നുകിൽ ഒരു എഗ് ഓംലെറ്റ് അല്ലെങ്കിൽ ഒരു ബോയിൽ ചെയ്ത എഗ്ഗ് നിങ്ങൾ കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ബാക്കി എല്ലാ ദിവസവും ചിലപ്പോൾ ദിവസവും പുഴുങ്ങിയ മുട്ടയോ ഓംലെറ്റോ ഒക്കെ കഴിക്കുന്നവരുണ്ടാവും അല്ലെ, ഡെയിലി കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ് ദ നെയിംസ് ഓഫ് വൺ ഫുഡ് ഐറ്റം ദാറ്റ് യു എയ്റ്റ് എവറി ഡേ. എല്ലാ ദിവസവും കഴിച്ചിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അല്ലേ? ഏഞ്ചൽ എവിടെയാ ശ്രദ്ധിക്കുന്ന മോളെ? എവിടെ ശ്രദ്ധിക്കണേ? പുറത്തു കൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ടോ? 4:45 ചിലപ്പോ ഉറപ്പൊക്കെ വരുന്നുണ്ടാവും. എന്നാലും എന്ത് ചെയ്യാ? ശ്രദ്ധിക്കാൻ മിസ് എന്താ പറയുന്നതല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എല്ലാ ദിവസവും കഴിച്ചിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഏതെങ്കിലും ഉണ്ടോ എന്ന് അതിൽ നോക്കാം. ചിലപ്പോ റൈസ് ഉണ്ടാവും അല്ലെ, ചോറ്. നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എഗ് ആയിരിക്കും. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, തേഴ്സ്ഡേ എല്ലാ ദിവസവും നോക്കാം. എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ എഗ് കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡെയിലി പാല് കുടിക്കുന്നവരുണ്ടാവും അല്ലെ, മിൽക്ക്. ഇപ്പൊ എല്ലാ ദിവസവും നമ്മള് മിൽക്ക് കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാ? മാക്സിമം എന്തെങ്കിലും ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും ദിവസം പാല് കുടിക്കാനോ മുട്ട കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അത് എഴുതുക. ആദ്യമേ ഒരു പോയിന്റ് ഇവിടെ ചെയ്തിട്ട് ആ എ4 ഷീറ്റിലാണെങ്കിൽ അതിന്റെ താഴെ, അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലാണെങ്കിൽ ഈ ഫുഡ് ചാർട്ട് എഴുതിയതിന്റെ താഴെ നമ്മൾ എഴുതുക. താഴെ സ്ഥലം ഇല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ എഴുതാനുണ്ട്. ഡെയിലി കഴിച്ച ഫുഡിന്റെ പേര്. എഗ് ആണെങ്കിൽ എഗ്, അല്ലെങ്കിൽ മിൽക്ക് ആണെങ്കിൽ മിൽക്ക്. ഇനി എഗ്ഗും മിൽക്കും രണ്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്. എന്നിട്ട് എന്ത് ചെയ്യാ? ഡ്രോ എ സ്റ്റാർ ഇഫ് യു ഏറ്റ് എ ഫ്രൂട്ട് എവറി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാ? ഒരു സ്റ്റാർ വരയ്ക്കുക. 2 എന്നിട്ട് ഒരു സ്റ്റാർ വരച്ചു വെക്കുക. ഡെയിലി ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. നിങ്ങളുടെ ചാർട്ട് നോക്കുമ്പോൾ എന്തുണ്ടാവണം? എല്ലാ ദിവസവും എന്തെങ്കിലും ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ഒരു സ്റ്റാർ വരയ്ക്കുക. എന്തെങ്കിലും ഫ്രൂട്ട്, ഗ്രേപ്പ് ആവട്ടെ, പൈനാപ്പിൾ ആവട്ടെ, ബനാന ആവട്ടെ, എന്തെങ്കിലും, ആപ്പിൾ ആവട്ടെ, എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ 7 ഡേയ്സിൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു സ്റ്റാർ വരയ്ക്കാവുന്ന താഴെ, ചാർട്ടിന്റെ താഴെ. Then write the names of 3 food items that you like the most. നിങ്ങൾക്ക് ഈ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഫുഡ് ഐറ്റംസിന്റെ പേരും എഴുതുക. ഇതാണ് ഫുഡ് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് എവിടെയാണ് സ്റ്റാർ വരക്കേണ്ടത്, എവിടെയാണ് എഴുതേണ്ടത്, എന്താണ് എഴുതേണ്ടത് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ മിസ്സിനെ വിളിക്കുകയോ മിസ്സിന് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ മിസ് ക്ലിയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട് ഇനി എഴുതുമ്പോൾ തോന്നുകയാണെങ്കിൽ. ക്ലിയർ? ക്ലിയർ ആണോ? Okay. Then another simple activity. It's like tick what you should do. നിങ്ങൾ ഇതിൽ ഏതാണ് ചെയ്യുന്നത് എന്നുള്ളതിന് ടിക്ക് ചെയ്യാണ് വേണ്ടത്. എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യാം. മിസ് വായിച്ചു തരാം. ഏതാണ് നിങ്ങൾ ചെയ്യാവുന്ന കാര്യം, അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള തിങ് അല്ലെ, നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് എന്നുള്ളതിന്റെ സർക്കിളിൽ ഒരു ടിക്ക് ചെയ്യാം. Wipe your mouth on your sleeve. എന്താണ് അങ്ങനെ വെച്ചാല്? Wipe your mouth on your sleeve. ആരാ ഒന്ന് കാണിച്ചു തരിക? എങ്ങനെയാണ് നിങ്ങളുടെ മൗത്ത് സ്ലീവിൽ തുടക്കുക എന്നുള്ളത്? എങ്ങനെയാണ്? ചില സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യാറുണ്ട്? അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? ചെയ്യാറുണ്ടോ? ചേർക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്ക് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നല്ലേ? ചെയ്യാൻ പാടുണ്ടോ അത്? ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? ബാഡ് ആണല്ലേ? അങ്ങനെ ചെയ്യരുത് നമ്മൾ. സോ അതിനെന്ത് ചെയ്യണ്ട? നിങ്ങൾ എല്ലാവരും നല്ല മക്കളായതുകൊണ്ട് നിങ്ങളൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറില്ല അല്ലെ ആരും. അതുകൊണ്ട് അതിന് നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട. അപ്പൊ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുക അല്ലെ? എപ്പോഴും നമ്മുടെ സ്ലീവ് കൊണ്ട് ഇങ്ങനെ തുടക്കരുത്. Then stop while eating. ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാറുണ്ടോ?
ഇല്ല, എല്ലാവരും നല്ല മക്കളാണ്, സംസാരിക്കാറില്ല അല്ലെ? ഫുഡ് കഴിക്കുമ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സംസാരിക്കാൻ വേണ്ടി പാടില്ല അല്ലെ? വീട്ടില് നമ്മൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. സംസാരിക്കാതെ കഴിക്കാനുള്ള ഭക്ഷണം പെട്ടെന്ന് കഴിച്ചിട്ട് എണീറ്റ് പോയിട്ട് സംസാരിക്കാം അല്ലെ? ഇനിയിപ്പോ ഫുഡ് കഴിക്കുമ്പോ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെയും സംസാരിക്കാൻ സമ്മതിക്കണ്ട. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കരുത് എന്ന് അച്ഛനോടും അമ്മയോടൊക്കെ പറയണം അല്ലെ? അവരെ ഇന്ന് മുതല് ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാൻ നമ്മൾ വിടാനേ പാടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കരുത്. അപ്പൊ അത് നമ്മള് ചെയ്യണ്ട. Sit straight while eating. Sit straight while eating. ഫുഡ് കഴിക്കുമ്പോ എന്ത് ചെയ്യാ? Sit straight. നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അത് നമ്മൾ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല എങ്കിൽ ഇന്ന് മുതൽ ചെയ്യണം അല്ലെ? അതൊരു ഗുഡ് ആയിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യാ? നേരെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ അതിന്റെ അകത്ത് എന്ത് ചെയ്തോളൂ? ടിക്ക് ചെയ്തോളൂ. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, റൈറ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാത്തവർ എന്ത് ചെയ്യാ? ഇന്ന് മുതൽ അങ്ങനെ ചെയ്യാം. Then chew your food noisily. Is it good or bad? Chew your food noisily. ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യാ? ഇങ്ങനെ ശബ്ദത്തിൽ ചവക്കുക അല്ലെ? ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് കിച്ചണിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിൽ കേൾക്കാം അതിന്റെ ശബ്ദം. അത് നല്ലതാണോ? അല്ല അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചവയ്ക്കാൻ വേണ്ടി പാടില്ല. പതുക്കെ മാത്രമേ ചവച്ച് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ അതും ഒരു ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സിറ്റ് സ്ട്രെയിറ്റ് വൈൽ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുമ്പോൾ നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതിനകത്ത് ടിക്ക് ചെയ്തല്ലോ അല്ലേ? ചെയ്തല്ലോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മിസ് പെട്ടെന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ എന്താണെന്ന്? ഭക്ഷണം കഴിക്കുമ്പോൾ നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. സിറ്റ് സ്ട്രെയിറ്റ് വൈൽ ഈറ്റിംഗ്. വൈപ്പ് യുവർ മൗത്ത് ഓൺ യുവർ സ്ലീവ്. ഡു നോട്ട് ഡു ദാറ്റ്. എന്ത്? സ്ലീവ് കൊണ്ട് ഇങ്ങനെ മൗത്ത് തുടക്കാൻ വേണ്ടി പാടില്ല. ടോക്ക് വൈൽ ഈറ്റിംഗ്. ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കരുത്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. പക്ഷെ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് അവിടെ ടിക്ക് ചെയ്യുകയും വേണ്ട. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? അങ്ങനത്തെ എന്തെങ്കിലും ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുക അല്ലെ? നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ തുടക്കുകയാണെങ്കിൽ എല്ലാരും എന്ത് പറയും? അവർക്ക് ഒട്ടും മാനേജ് ഇല്ല അല്ലെ? ഗുഡ് മാനേജ് അറിയാത്ത കുട്ടിയാണ് എന്ന് പറയല്ലേ? നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇനി മുതൽ എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്. അഥവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്ലീവ് കൊണ്ട് ഇങ്ങനെ തുടക്കരുത്. ചവയ്ക്കുമ്പോ വലിയ ശബ്ദം ഉണ്ടാക്കരുത്. പിന്നെ വല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവും. അതല്ല ഉദ്ദേശിക്കുന്നത്. എന്ത് സാധനം കഴിക്കുമ്പോൾ ഇങ്ങനെ ചറ പറ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കേൾക്കാൻ വേണ്ടി പാടില്ല അല്ലെ? പുറത്തേക്ക്. അത് വളരെ മോശമാണ് അല്ലെ? കാണാൻ നമുക്ക് ഭംഗി ഉണ്ടാവില്ല, കേൾക്കാനും ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ നേരെ ഇരുന്നിട്ട് സംസാരിക്കാതെ പതുക്കെ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കാം. ഓക്കെ, റൈറ്റ്, ക്ലിയർ? മനസ്സിലായോ? നെക്സ്റ്റ് ഒരു 2 പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. അപ്പൻ ആൻഡ് അസ്ലം സെൽ സ്വീറ്റ്സ്. They are both അപ്പൻ ആൻഡ് അസ്ലം. 2 ആളുകളുണ്ട് ഇവിടെ, അപ്പൻ ആൻഡ് അസ്ലം. They sell sweets. They are selling sweets. അവര് മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ആളുകളാണ്. അവരുടെ കടയിൽ കണ്ടോ നിറയെ എന്തൊക്കെയുണ്ട്? ലഡു, ജിലേബി, കുറെ കേക്ക്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ അവരുടെ 2 പേരുടെയും മുമ്പിൽ. From whom will you buy? Buy. From whom? ആരുടെ അടുത്ത് നിന്ന് നിങ്ങൾ സ്വീറ്റ്സ് വാങ്ങിക്കും? ഇങ്ങനെ 2 സ്വീറ്റ് സെല്ലേഴ്സിനെ നിങ്ങൾ കാണുകയാണ്. ഇങ്ങനെ 2 പലഹാരം വിൽക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടു. ആ 2 പിക്ചേഴ്സും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ ആരുടെ അടുത്ത് നിന്നാണ് നിങ്ങൾ ഇത് വാങ്ങിക്കുക, സ്വീറ്റ്സ് വാങ്ങിക്കുക? From whom will you buy? Buy. ആരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കും? എന്തുകൊണ്ട്? ഫസ്റ്റ് വൺ ഈസ് അപ്പൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അസ്ലം. ആരുടെ അടുത്തുനിന്നാ നിങ്ങൾ വാങ്ങിക്കാം? ഫാത്തിമ, who will you buy the sweets? Aslam. Why?
എന്തുകൊണ്ട്? ആ, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അസ്ലമിന്റെ കട വളരെ നീറ്റാണ് അല്ലേ? നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയാണ് അസ്ലമിന്റെ കട കാണുമ്പോ അല്ലേ? കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ എവിടെയാണുള്ളത്? കവർ ചെയ്തിട്ട് അതിന്റെ അകത്താ ഉള്ളത് അല്ലേ? തുറന്നു വെച്ചിട്ടില്ല. ആ, ഓക്കെ മോളെ. സ്വീറ്റ്സ് ഒന്നും തുറന്നു വെച്ചിട്ടില്ല. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് എടുക്കുന്നത് അല്ലേ? എല്ലാം നല്ല നീറ്റ് ആയിട്ടാണ് അസ്ലം ചെയ്യുന്നത്. പക്ഷെ അപ്പന്റെ കടയിൽ എന്താണ്? അപ്പന്റെ കട എങ്ങനെയുണ്ട് രാത്രി? ഈച്ചയുണ്ട്, കവറൊന്നും ചെയ്തിട്ട സ്വീറ്റ്സ്. ആ, ഈച്ചയുണ്ട് കടയിൽ അല്ലേ? ഫ്ലൈ ഉണ്ട്, അതിന്റെ ചുറ്റും പാറുന്നുണ്ട്. സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാ ഉള്ളത്. അതിലൊക്കെ ഈച്ച വന്നിരിക്കുന്നുണ്ട് അല്ലേ? സ്വീറ്റ്സിന്റെ അകത്തേക്ക്. ആ, ഗ്ലൗസ് ഇട്ടിട്ടില്ല കയ്യില്. അതേ കൈ കൊണ്ടാണ് എടുക്കുന്നത് അല്ലേ? ആ കൈ കൊണ്ട് എവിടെയൊക്കെ തൊടുന്നുണ്ടാവും അല്ലേ? ചളിയിലും പൊടിയിലും കണ്ണിലും മൂക്കിലും ഒക്കെ തൊട്ടിട്ടുണ്ടാവും ആ കൈ കൊണ്ട്. ആ കൈ കൊണ്ടാണ് സ്വീറ്റ്സ് എടുത്തിട്ട് നമുക്ക് തരുന്നത് അല്ലേ? ആ സ്വീറ്റ്സിലാണെങ്കിൽ മുഴുവൻ എന്താണ്? ഈച്ചയുമാണ്. എല്ലാം തുറന്നു വെച്ചിട്ടുള്ളത് അല്ലേ? എന്താണ്? വളരെ അഗ്ലിയായിട്ട് പ്ലേസ് ആണ് ഈ അപ്പന്റെ കട. വളരെ വൃത്തികേടാണ് കാണുമ്പോ തന്നെ. പക്ഷെ ഈ അസ്ലമിന്റെ കട എന്താണ്? വെരി നീറ്റ് ആൻഡ് അസ്ലം കവേർഡ് ഓൾ ഫുഡ് ഐറ്റംസ് ആൻഡ് he wear gloves on his hand അല്ലെ? കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. കടയിലെ സാധനങ്ങളൊക്കെ എന്താണ്? അടച്ചു വെച്ചിട്ടുണ്ട്. കാണുമ്പോ തന്നെ നല്ല വൃത്തിയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഇങ്ങനെ നീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഫുഡ് വാങ്ങിക്കാനും കഴിക്കാനും പാടുള്ളൂ അല്ലെ? ഏതെങ്കിലും കടയിലൊക്കെ പോകുമ്പോ നമുക്ക് കഴിക്കാനുള്ള സാധനം കൈകൊണ്ടൊക്കെ എടുത്ത് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അവരോട്, ഇങ്ങനെ കൈകൊണ്ട് എടുത്തത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തരാം എന്ന് വിചാരിച്ച് അവിടെ പോയി കൈകൊണ്ട് എടുത്തത് വേണ്ട എന്ന് പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കരുത്. എന്ത് ചെയ്യാ? നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള സ്ഥലം നോക്കിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക അല്ലെ? ഇങ്ങനെ തുറന്നു വെച്ച സാധനങ്ങളോ ഒന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. ഈ ഈച്ചകളൊക്കെ എവിടെയൊക്കെ പോയി ഇരുന്നിട്ട് വരുന്നതാണല്ലേ? ഫ്ലൈസ് ഒക്കെ സാധാരണ എവിടെ ഉണ്ടാവുക? വളരെ വൃത്തികെട്ട സ്ഥലങ്ങളിലാണ് ഈച്ചകൾ ഉണ്ടാവുക അല്ലെ? അപ്പൊ ഈച്ചകളൊക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ വന്നിരുന്നാട് അവരെന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഫ്ലൈസ് ഒക്കെ നമ്മുടെ ഫുഡിൽ വന്നിരുന്നിട്ട് അവരെന്താ ചെയ്യാന്ന്? ഈച്ചകൾ വന്നിരുന്ന ഉടനെ ഈച്ചകളുടെ മുമ്പിലുള്ള 2 കൈയുണ്ട്, അവരതിങ്ങനെ ഒരക്കുകയാണ് ചെയ്യുക. നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരുന്ന ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഈച്ചകൾ എവിടെയെങ്കിലും വന്നിരുന്നാല് ഉടനെ തന്നെ അവരുടെ മുമ്പിലുള്ള 2 കൈയും ഇങ്ങനെ ഒരയ്ക്കും. എന്തിനാ അത്? അവരുടെ കയ്യിലുള്ള അഴുക്കൊക്കെ അപ്പൊ ഇവിടെ വീഴും, നമ്മുടെ ഫുഡിൽ വീഴും. അത് നമ്മൾ എടുത്ത് കഴിക്കുകയും ചെയ്യും അല്ലെ? അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഡു നോട്ട് ഈറ്റ് ദ ഫുഡ് ഐറ്റം ഓപ്പൺ അല്ലെ? തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കരുത്. ഓൾവേസ് കവർ ഫുഡ് ഐറ്റംസ്. ഭക്ഷണം എപ്പോഴും അടച്ചു സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ നമ്മളിവിടെ അസ്ലത്തിനെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോ ഐ വിൽ ബൈ സ്വീറ്റ്സ് ഫ്രം അസ്ലം എന്ന് എഴുതുക. അവിടെ ഐ വിൽ ബൈ സ്വീറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? അവിടെ ഉള്ള ആ ഗ്യാപ്പില് അസ്ലം എന്ന് എഴുതുക. ഇനിയിപ്പോ അപ്പന്റെ അടുത്ത് നിന്ന് വാങ്ങി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അപ്പന്റെ എഴുതുക അല്ലെ? ആർക്കെങ്കിലും അപ്പന്റെ സ്വീറ്റ്സ് വേണോ? അപ്പന്റെ സ്വീറ്റ്സ് കഴിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല, നോ, വേണ്ട അല്ലെ? നമുക്കത് വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിട്ട് നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകരുത്. തുറന്നു വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ടാല് അത് വാങ്ങിക്കാതിരിക്കുക. പിന്നെ കടക്കാരോടൊന്ന് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക അല്ലെ? ആ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുകയും ചെയ്യരുത്. അവരോട് എന്നിട്ട് എന്ത് പറയാ? ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ചൂടെ? ഇങ്ങനെ വച്ചാല് ഈച്ചയൊക്കെ വന്നിരിക്കൂലേ എന്നൊക്കെ ചോദിക്കാം അവരോട്. എന്ന് വിചാരിച്ച് വഴക്കൊന്നും ഉണ്ടാക്കരുത്. നമ്മുടേതായ രീതിയിൽ നമുക്ക് അവരോട് പറയാം അല്ലെ? ഫുഡ് ഐറ്റംസ് ഒന്നും ഇങ്ങനെ തുറന്നു വെക്കരുത്. ചിലപ്പോ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും അല്ലെ? ചിലപ്പോൾ സ്കൂളിലൊന്നും നിങ്ങളെ പോലെ പഠിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ തുറന്നു വെച്ചുകൂടാണ്. നമ്മൾ അവരൊന്ന് അഡ്വൈസ് ചെയ്യുക അല്ലെ? തുറന്ന് ഫുഡ് ഐറ്റംസ് വെക്കരുത്, വളരെ മോശമാണ് എന്ന് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ? ഓക്കെ, then our second portion is finished. നമ്മുടെ രണ്ടാമത്തെ പോർഷൻ കഴിഞ്ഞു.
ഇതിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് വാട്സപ്പിൽ തരാം. അത് നോട്ട്ബുക്കിലേക്ക് നന്നായി എഴുതിയെടുക്കുക. എഴുതിയെടുത്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? പഠിക്കുകയും വേണം. ഈ മാസം മിസ് എന്ത് ചെയ്യും? ഒരു എക്സാം കൂടെ വെക്കും. അന്നൊരു എക്സാം വെച്ചല്ലോ, അതുപോലെ വീണ്ടും ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഒരു എക്സാം കൂടെ പറയും മിസ്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതണം. ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് മിസ് പറയാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നു കഴിയുമ്പോൾ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കണം. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും നല്ല മക്കളായിട്ട് ആൻസർ ചെയ്യണം. എന്നിട്ട് പിന്നെ ഒരു ദിവസം എക്സാമും വെക്കും. ഓക്കെ ആണോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് വിളിച്ച് ചോദിക്കാം, ഏതെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ. Then our third portion, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താണ് അതിലുള്ളത്. ഒരു 2 മിനിറ്റ് അതിലുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണുള്ളത്? മടുത്തോ? ബോറടിച്ചോ? ഇല്ലല്ലോ. ഓക്കെ, ഒരു 5 മിനിറ്റ് കൂടെ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. The clothes we wear. നമ്മൾ ആദ്യം പഠിച്ച പോർഷൻ about our body and second portion is about the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് the clothes we wear. What do you mean by cloth? Cloth. Who can say the meaning of cloth? എന്താണ് ക്ലോത്ത് എന്ന് വെച്ചാൽ? ക്ലോത്ത് ഗാത്രി കാണിക്കുന്നുണ്ട്. എന്താണ്? വസ്ത്രം അല്ലെ, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ഉടുപ്പ്, അതിനെയാണ് നമ്മൾ ക്ലോത്ത് എന്ന് പറയുന്നത്. സമജിനെ എല്ലാരും കാണിക്കുന്നുണ്ട് ക്ലോത്ത്. നമ്മൾ ധരിക്കുന്ന നമ്മുടെ ഡ്രസ്സ്. എന്താ മോനെ വേർഡ് മീൻ? തുണി. തുണി. തുണിയാണ് അല്ലെ. വെരി ഗുഡ്. തുണിയാണ് എന്ത്? ക്ലോത്ത്, നമ്മുടെ വസ്ത്രം അല്ലെ. സോ listen first. Pick the dress you would like to wear on your birthday. നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ് ഇതിൽ ഏതാണെന്ന് നോക്കാം. പാൻസും ഷർട്ടും ഉണ്ട്, ഫ്രോക്ക് ഉണ്ട്, ദെൻ ഒരു കുർത്ത ആൻഡ് പൈജാമ പോലെയുള്ള ഒരു ഡ്രസ് ഉണ്ട്, 3/4 ഒരു കുർത്തിയും ഉണ്ട്, ദെൻ ഒരു ടോപ്പ് ആൻഡ് സ്കേർട്ട് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഏതാണ് ഇടാൻ ഇഷ്ടം എന്നുള്ളത് ടിക്ക് ചെയ്യാം. ഇനിയിപ്പോ ഉടുപ്പിടാൻ ഇഷ്ടമുള്ള ബോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ടിക്ക് ചെയ്യാം. പാന്റും ഷർട്ടും ടീഷർട്ടും പാന്റും ഒക്കെ ഇടാനുള്ള ഗേൾസ് ഉണ്ടെങ്കിൽ അതിലും ടിക്ക് ചെയ്യാം അല്ലെ. നമ്മൾ ഗേൾസ് എന്താണ് പാന്റും ടീഷർട്ടും ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ബോയ്സ് എന്താണ് നമ്മുടെ ഫ്രോക്ക് ഇടാറില്ല അല്ലെ. നമ്മൾ അവരുടെതൊക്കെ ഡ്രസ്സൊക്കെ ഇടും, അവര് നമ്മുടെ ഒന്നും എടുത്തിട്ട് കാണാറില്ല അല്ലെ. നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിലെ ഏട്ടന്റെ അനിയന്റെ ഒക്കെ പാന്റും ഷർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്ത് ഇടാറുണ്ട്. പക്ഷെ ആൺകുട്ടികൾ നമ്മുടെ ഉടുപ്പൊന്നും ഇടാറില്ല. ആരെങ്കിലും അനിയത്തിമാരുടെ ചേച്ചിമാരുടെ ഒക്കെ ഉടുപ്പൊക്കെ ഇടാറുണ്ടോ ബോയ്സ്? ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ എന്താണ്? ബോയ്സിന് ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇനി ഉടുപ്പിടാനാ ഇഷ്ടമെങ്കിൽ ഉടുപ്പിനകത്ത് ടിക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. Then we wear clothes to cover our body. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? To cover our body. നമ്മുടെ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ ബോഡിനെ കവർ ചെയ്യാനാണ് അല്ലെ. നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നമ്മുടെ ബോഡീനെ നമ്മളിങ്ങനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്നത്? ചൂടും തണുപ്പും പിന്നെ എന്താണ്, എന്തെങ്കിലും ഇൻസെക്ട്സ് ബൈറ്റ്സും ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മുടെ ശരീരത്തിൽ ചിലപ്പോ ഏതെങ്കിലും ഇൻസെക്റ്റുകൾ വന്ന് കടിക്കും. ഉറുമ്പും ഈച്ചയും പ്രാണിയും ഒക്കെ വന്ന് കടിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് വല്ലാതെ ചൂടെടുക്കും, ചിലപ്പോ നമുക്ക് വല്ലാതെ തണുക്കും. ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഡ്രസ്സ് ധരിക്കാറ് അല്ലെ. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പോ വൈൻഡപ്പ് ചെയ്യാം.